ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റാക്കുന്നതെന്ന് പറയുന്നൊരു ചിക്കൻ കറിയാണ്. ബാച്ചിലേഴ്സ് ചിക്കൻ കറി യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയുടെ അളവ് ചെറുതായിട്ട് കൂടിപ്പോയി. അവർ പറഞ്ഞ കണക്കെടുത്തപ്പോൾ ഇവിടുത്തെ തക്കാളി വെച്ച് നോക്കിയപ്പോൾ പക്ഷെ പാളിയില്ല, കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് എനിക്കപ്പോൾ ഇപ്പോഴേ ഇൻട്രോ എടുക്കുന്നത്. അന്നേരം ടൈം കിട്ടിയില്ല. അന്നേരം ജസ്റ്റ് ഞാൻ ടൈം ലാപ്സ് ഇട്ട് ഫുൾ എടുത്തു പോയി. ടൈം ലാപ്സിലായിരിക്കും ഞാൻ ഒരു വോയിസ് ഓവറും അതിൻ്റെ കൂടെ ചെയ്യുന്നതാണ് ഫ്രണ്ടിൽ. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന 4 മീഡിയം സൈസ് ഒനിയനാണ്. അപ്പോൾ അത് ഇനി ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് അത് നടക്കുമെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഒരു പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ചോപ്പ് ചെയ്തത്. 4 ഒനിയൻ ഞാനിപ്പോൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം 4 ഇത് തന്നെയാണ് പറഞ്ഞത്, ചില്ലി തന്നെയാണ് പറഞ്ഞത്. പക്ഷേ 4 ചില്ലി കൊണ്ട് കാര്യം നടക്കാത്തത് കൊണ്ട് ഞാൻ 5 എണ്ണം കണ്ടെടുത്തു. പിന്നെ ഒരു 3 തക്കാളി മീഡിയം സൈസ് തക്കാളിയിലാണ് പാളിയത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങാം. എണ്ണ എടുത്തു. എണ്ണ ആദ്യം കുറച്ച് ഞാൻ ഒഴിച്ചു. പക്ഷേ എനിക്ക് അളവ് പോരെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടെ എണ്ണ എടുത്തു, ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് തവ. അപ്പോൾ ഇനിയിപ്പം കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കും. എൻ്റെ ക്യാമറയുടെ പൊസിഷനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പോയേക്കുമായിരുന്നു. എന്തായാലും ഇതൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണ്, പ്രോപ്പർ ചിക്കൻ കറിയല്ല. പിന്നെ എനിക്ക് അകത്ത് കുറേ കാര്യങ്ങൾ മാറ്റേണ്ടേ വന്നതിന് ശേഷം. ഞാൻ എന്തെടുക്കാൻ പോയിരുന്നു? ഞാൻ നോക്കാൻ പോയതാ. കുറച്ച് എണ്ണയും കൂടെ ഞാൻ കൂടുതൽ ഒഴിച്ചതിനകത്ത്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സവാള ഇടും. അപ്പോൾ ഇതിപ്പോൾ 4 സവാള ഉണ്ട്. ഇത് ഞാൻ ഒരു റഫ് ചോപ്പ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു. പിന്നെ അതിനകത്ത് കുറേ ഇതുമൊക്കെ ഉണ്ടായിരുന്നു. സവാള മറ്റേ തൊലി ഇതൊക്കെ ആയിരുന്നിപ്പോൾ വിട്ടുപോയത് മാറ്റാൻ. കുറച്ചൊക്കെ എടുത്ത് മാറ്റി, എന്നാലും കുറച്ച് പോയി. തക്കാളി അത് ഇതൊക്കെ മാറ്റി. തക്കാളി നല്ല പുളിയുള്ള തക്കാളി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഇത് മാത്രമേ കിട്ടിയുള്ളൂ എനിക്ക്. സാധാരണ ചെറിയ തക്കാളി കിട്ടുന്ന ശേഷം അതും കിട്ടിയില്ല. അപ്പോൾ സവാള മൊത്തം ഇട്ട് സവാള ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ എനിക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യണമായിരുന്നു. നമ്മൾ ലൈക്ക് ഫ്രൈ ചെയ്ത് ബ്രൗൺ കളറാവണം. പക്ഷേ ഇവിടുത്തെ സവാള എന്ന് പറയുന്നത് വെള്ള സവാള ആയതുകൊണ്ട് ബ്രൗൺ ആവത്തില്ല. ഇത് ഒരുമാതിരി ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ഫീല് വരും നമുക്ക്. കുറച്ചൊക്കെ ഇടിച്ച് മുളിച്ചിടണമെന്ന് കാണും, മൊത്തം ഫുൾ ചോപ്പായില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് പിന്നെ ഇടിച്ചിതാക്കി ഒന്ന് വറുത്തിതാക്കി എടുത്തു. ഇപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഇവിടെ ടൈം ലാപ്സ് ഇടും, കുറച്ചല്ല ഇനിയിപ്പോൾ ഫുൾ വീഡിയോ വരെ ടൈം ലാപ്സ്. അതാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യാന്ന് വെച്ചത്. മിക്കവാറും ഇത് ഞാൻ ഇതും കൂടെ ആക്കി ഇത് പോസ്റ്റ് ചെയ്യും, ഷോർട്സ് കൂടെ ആക്കി പോസ്റ്റ് ചെയ്യും, പെട്ടെന്ന് എല്ലാവർക്കും കൂടെ കിട്ടാൻ. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ സവാള പെട്ടെന്ന് വയറ്റി കിട്ടിയേനെന്ന്. അപ്പം ഇനി മുതൽ ടൈം ലാപ്സിലാണ് പോകുന്നത്. കുറേ നേരം അല്ല, എൻ്റെ വരെ നിങ്ങൾക്കാണ്. ഞാൻ യൂട്യൂബ് വീഡിയോസ് ആയിട്ട് നോക്കുന്നുണ്ട്. കുറച്ച് ഭാഗം ഗോൾഡൻ ബ്രൗൺ ആയി, കുറച്ച് ഭാഗം ഗോൾഡൻ ബ്രൗൺ ആയില്ല. ഇപ്പോൾ ഇവിടുന്ന് ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നു. ഓക്കെ, ഞാൻ തക്കാളിയും മുളകും ആഡ് ചെയ്തു, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. ഇനി ഇത് ഇങ്ങനെ കുറച്ച് നേരം വറ്റണം. എന്നിട്ട് 10 മിനിറ്റ് വറ്റി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടു. ചിക്കൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതോടെ ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടിയും ഉപ്പും ഇതും കൂടെ ആഡ് ചെയ്തു. ചിക്കൻ മസാലയും കൂടെ കടയിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ അത് മിക്സിങ് തുടങ്ങി. കുറച്ച് നേരം 10 മിനിറ്റോളം മിക്സ് ചെയ്തു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. ഞാനിപ്പം ഒന്ന് ഫ്രൈ ആകുന്നപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് 20 മിനിറ്റോളം അടച്ചു വെച്ചത്. 20 മിനിറ്റ് അടച്ചു വെക്കാൻ പറഞ്ഞ സമയം അടച്ചു വെച്ചിട്ട് അത് സെറ്റ് ആവാഞ്ഞപ്പോൾ എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് മുളകും ഇതുമൊക്കെ കൂടെ ആഡ് ചെയ്തു. ഗരം മസാലയും മല്ലിയും കൊറിയൻഡറും മല്ലിയൊന്നുമില്ല, എല്ലാം കൂടെ ആഡ് ചെയ്ത് ഇത് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അന്നേരം ഒരു ഇതുണ്ടെന്ന് തോന്നിയപ്പം ഓക്കെ ആയി. എന്നിട്ട് ഞാൻ സ്റ്റവ് ഇപ്പം മാറ്റി വെക്കാൻ പോണെല്ലാം കഴിഞ്ഞിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് മീ അരവിന്ദ് സൈനിങ് ഓഫ്.